ഹലോ കൂട്ടുകാരെ, ഇന്ന് രാവിലെ എഴുന്നേറ്റ് നേരെ പാടത്തേക്കാണ് പോകുന്നത്. ഇന്ന് മേഡം 10 പോലും. ഈ നല്ല ദിവസം നമ്മൾ നെൽകൃഷി തുടങ്ങലാണ്. നമ്മളെ പാടം ഞാൻ മുമ്പേ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഈ കവുങ്ങിൻ്റെ ഇടയിലേക്കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മളെക്കാളെ മുമ്പേ ഒരാൾ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ എത്തി നോക്കുന്നത് കണ്ടോ? അതെ, നമ്മളെ കൊക്കമ്മാവൻ തന്നെ. ഇതാണ് നമ്മളെടുത്ത വിത്ത്. ജ്യോതി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറേശ്ശെ എടുത്തിട്ട് മണ്ണിലിടുവാണ് വേണ്ടത്. ഇതേപോലെ ചാലെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വിത്ത് ദൂരെ ഇട്ടെടുക്കുക വേണ്ടത്. ഇതിപ്പോൾ ഇടുന്നത് അമ്മുമ്മയാണ്. ഈ വയലിൽ പണ്ട് സ്ഥിരം നെൽകൃഷി ചെയ്യലുണ്ടേനും പോലും. ഇതിപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇതേപോലെയാണ് ഇട്ടെടുക്കേണ്ടത്. കുറച്ച് ആയിട്ട് ഒരേപോലെയാണ് ഇട്ടെടുക്കേണ്ടത്. നമ്മളിതെല്ലാം നോക്കി നിൽക്കലേനുവേ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് ഇതല്ലോ. അപ്പോൾ ഇത് കണ്ട, നമ്മൾ നേരത്തെ ആദ്യം വിത്തെടുത്ത സ്ഥലം കാണുന്നില്ലേ? ഇനി ഇതിൻ്റെ അപ്പുറത്ത് പുതിയ ചാലെടുക്കുമ്പോൾ ഈ വിത്തെല്ലാം മൂടും. ഇനി ഈ വരി കഴിയുമ്പോൾ അടുത്തതിന് നേരെ താഴേക്കാണ് ചാലെടുക്കുക. ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഉള്ളിലേക്ക് വരിക ചെയ്യുക. ഇതിപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? നമ്മളും വിത്തിടാൻ തുടങ്ങിയേ നല്ല രസമുണ്ടായിരുന്നു. അമ്മമ്മ പറഞ്ഞതുപോലെ നമ്മൾ കുറേശ്ശെ ഇട്ടു. ആദ്യമൊന്നും ശരിയായിട്ടില്ലേനു, പിന്നെ അങ്ങ് കുറച്ച് ലെവലായി. ഇപ്പം കുറേയെല്ലാം ലെവലായില്ലേ? പിന്നെ നമ്മൾ തന്നെ ഇടാനുള്ള മത്സരേനു. അവരൊന്നും ഇടാൻ വിട്ടിട്ടില്ല നമ്മളെ. അതിനിടയ്ക്ക് നമ്മൾ ചെയ്തൊരു പണി കാണണം. ഒരു കൊച്ച വന്നിരുന്നപ്പോൾ നമ്മൾ മെല്ലെ അതിനെ പിടിക്കാൻ പോയി. നമ്മൾ പ്ലാനെല്ലാം ചെയ്തിട്ട് പോയതേനു. അപ്പാട് നമ്മളവിടെ എത്തുമ്പോഴേക്കും ആശാൻ അപ്പുറത്തെ കണ്ടത്തിലേക്ക് പറന്നുപോയി. ഇത് കണ്ട, നമ്മൾ ആദ്യം വിത്തിട്ടില്ലേ, ആ ഭാഗം ഇപ്പം കംപ്ലീറ്റായി. അപ്പോൾ ഇത് അടുത്ത പകുതിയിലുള്ള പണി തുടങ്ങി കേട്ടാ. എന്തെല്ലാം വിത്തിടേണ്ട കാര്യം എന്തെല്ലാം പഠിച്ചു സ്കൂളില്? പിന്നെന്ത് ചെയ്യണം? വിത്തിടണം അല്ലേ? ഇത് നാട്ടിയാണ്. പിന്നെ വേറൊരു രീതിയിൽ നിങ്ങൾ വിത്തിടുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ മുന്നേ ചെയ്ത് വിത്തിങ്ങനെ എറിഞ്ഞിട്ടല്ലേ? അതിനെന്താ പറയാ? വിത്ത് വിതക്കുക. വെതാന്നാ പറയാ. നാട്ടിൽ നിന്നാണ് ഇങ്ങനെ വിത്തിടുന്നതിന് പറയാ പോലും. വേറെ രീതി ചെയ്യുന്നതാണ് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത്. അതിങ്ങനെ വിത്തെറിഞ്ഞിട്ടാണ്, അതിനെ വിതക്കുവാന്നാ പറയുക. ഇവിടെ കുറേ ദൂരം വയലാണേ. പക്ഷെ കുറച്ച് കാലമായിട്ട് ഇവിടെ നെൽകൃഷിയൊന്നും ചെയ്യലില്ല പോലും. പന്നിയും കിളിയും എല്ലാം കൂടി കൃഷി നശിപ്പിക്കുന്നു. നമ്മളിവിടെ മുള്ളുവേലി കെട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അമ്മൂമ്മ പറഞ്ഞത് ഇവിടെ ഇപ്രാവശ്യം നെൽകൃഷിയാക്കാന്ന്. ഞാൻ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത ട്രിപ്പ് വിത്തിടാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴേക്കും മാധവും കേശും വന്നു. അവരും പിന്നെ തുടങ്ങി. നമ്മളവർക്ക് പറഞ്ഞെടുത്തു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് അവരും നമ്മളെപ്പോലെ ചെയ്യാൻ തുടങ്ങി. നമ്മൾ പിന്നെ എല്ലാവരും കൂടി വിത്തിടലൊരു മത്സരം തന്നെയാണ്. നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് കേട്ടാ. ഇന്നൊരു പ്രത്യേക ദിവസം തന്നെയാണ്. ലാസ്റ്റ് തീരാനാകുമ്പോഴേക്കും എല്ലാവർക്കും തിരക്കായി. എല്ലാവരും വേഗം ഓടാൻ വേണ്ടിയിട്ടുള്ള തിരക്കേനു. ആദ്യത്തെ വയൽ കംപ്ലീറ്റായി. ഇപ്പം രണ്ടാമത്തേൻ്റെ പകുതിയാണ് ഇടുന്നത്. ഇനി ഈ ഭാഗം കൂടി ഉണ്ട്. ഇപ്പുറത്തെ പയറും കുമ്പളമെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എന്തുണ്ട് കൃഷി? നിങ്ങൾ അഭിപ്രായം പറയുന്നല്ലേ കൃഷിനെ കുറിച്ചിട്ട്? ബാക്കി എല്ലാ കൃഷിനെക്കാട്ടും നല്ലതൊന്നും. അതെയാ? ഇങ്ങനെ ഇട്ട് പോയാൽ ഇപ്പം നമ്മളോട് മതിയാക്കാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതും കൂടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നതാണ്. ഇപ്പം വെയിലും നല്ലോണമായേ. അപ്പം നമ്മളോട് വേഗം നിർത്താൻ പറഞ്ഞേ. ഈ വരിയും കൂടി ഇട്ടിട്ട് നമ്മൾ നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി
ഇതിട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. ടാറ്റാ ബൈ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഈ നെല്ലിൻ്റെ ഓരോ സ്റ്റേജും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം.